സ്റ്റുഡൻസ്, പ്രസ് കൗൺസിൽ ആൻഡ് പ്രസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് ഇന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്. UGC നെറ്റ് JRF എക്സാമുകളിൽ നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് പ്രസ് കൗൺസിൽ ആൻഡ് പ്രസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുമായിരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ദ റോൾ ഓഫ് ദ പ്രസ് ചേഞ്ച്ഡ്. ഇറ്റ് വാസ് ചേഞ്ചിങ് ഫോർ എ മിഷൻ ടു ബിസിനസ്. ഇറ്റ് ഫൗണ്ട് ദാറ്റ് ദർ വാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് scurrilous writing, often directed against communities or groups, of indecency and vulgarity, and personal attacks on individuals. മഞ്ഞപ്പത്രങ്ങൾ അളവിൽ കൂടുതൽ പ്രചാരത്തിൽ വന്നതോടുകൂടിയാണ് രാജ്യത്തെ സ്വതന്ത്രയാക്കാൻ അഹോരാത്രം തൂലിക ചലിപ്പിച്ചവർ ഒരു രാജ്യത്തിൻ്റെ പുനർനിർമ്മാണ ചുമതല തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ത്യൻ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ യജ്ഞത്തിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നിരവധി മഞ്ഞപ്പത്രങ്ങൾ നിറഞ്ഞു എന്നതാണ് ചുരുക്കം. അതുകൊണ്ടുതന്നെ ഇവയെ നേരിടുന്നതിനായി പുതിയൊരു കമ്മീഷൻ വരണം എന്ന ഒരു ആലോചന ഉണ്ടായി. ജവഹർലാൽ നെഹ്റു പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ഷേപ്പിംഗ് ദ പ്രസ് ഇൻ എ പ്രോപ്പർ മാനർ. 1952 സെപ്റ്റംബർ 23 ജസ്റ്റിസ് S. രാജാധ്യക്ഷയുടെ ചെയർമാനായിട്ടുള്ള ആദ്യ പ്രസ് കമ്മീഷൻ നിയുക്തമായി. പ്രധാനമായും ഇന്ത്യൻ മാധ്യമങ്ങളുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് അറിയുന്നതിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു കമ്മീഷൻ നിയുക്തമായത്. മാനേജ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് സ്ട്രക്ചേഴ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് ഏജൻസീസ്, അതായത് ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് ഏജൻസിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഘടന മനസ്സിലാക്കുന്നതിനു വേണ്ടിയും മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതും ട്രെയിനിങ് ചെയ്യുന്നതിനുമുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയുന്നതിനും ന്യൂസ് പ്രിന്റ് സപ്ലൈസ്, പ്രിന്റിംഗ് മെഷീനറി ആൻഡ് അസോസിയേറ്റഡ് ഇക്വിപ്മെന്റ് ആൻഡ് സപ്ലൈസ്, സിസ്റ്റം ഫോർ എൻഷുവറിംഗ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ജേർണലിസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു കമ്മീഷൻ നിയുക്തമായത്. 2 വർഷത്തിനുള്ളിൽ, അതായത് 1954 തന്നെ ഫസ്റ്റ് പ്രസ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. 11 അംഗ കമ്മിറ്റിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. S. രാജാധ്യക്ഷ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷനിൽ 11 വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. CP രാമസ്വാമി അയ്യർ, നരേന്ദ്ര ദേവ, സഖീർ ഹുസൈൻ, VK RV റാവു, PH പട്വർദ്ധൻ, TN സിംഗ്, ജയ്പാൽ സിംഗ്, AD മണി, AR ഭട്ട്, M. ചലപതി റാവു, S. ഗോപാലൻ തുടങ്ങിയ അംഗങ്ങളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു വേണ്ടി പ്രയത്നിച്ചത്. നിരവധി ശുപാർശകളുമായാണ് വലിയൊരു റിപ്പോർട്ട് 1954 സബ്മിറ്റ് ചെയ്തത്. ഈ റെക്കമെൻഡേഷൻസിലെ ചുരുക്കം ചിലതു മാത്രം അംഗീകരിക്കപ്പെടുകയായിരുന്നു. അവയിൽ ചിലത് ഇവയൊക്കെയാണ്: അപ്പോയിൻമെന്റ് ഓഫ് എ പ്രസ് രജിസ്ട്രാർ ടു മെയിൻറ്റെയിൻ അക്യുറേറ്റ് ഡാറ്റ ഓൺ ദ പ്രിന്റിംഗ് പ്രസ് ആൻഡ് ദെയർ വർക്കിംഗ്. ഒരു പ്രസ് രജിസ്ട്രാറിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു ആദ്യത്തെ റെക്കമെൻഡേഷൻ. സെറ്റിംഗ് അപ്പ് ഓഫ് എ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ടു ആക്ട് ആസ് എ വാച്ച് ഡോഗ് ആൻഡ് ബിൽഡ് അപ്പ് എ കോഡ് ഓഫ് എത്തിക്സ്. മാധ്യമധർമ്മങ്ങൾ പാലിക്കുന്നതിനും അവ പാലിക്കുന്നുണ്ടോ എന്നെല്ലാം അറിയുന്നതിനും വേണ്ടി ഒരു പ്രസ് കൗൺസിലിനെ നിയമിക്കുക എന്നതായിരുന്നു പ്രസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ അജണ്ട. ഡെവലപ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ ലാംഗ്വേജ് പ്രസ് ത്രൂ സെറ്റിംഗ് അപ്പ് ഓഫ് എ സ്റ്റേറ്റ് ട്രേഡ് കോർപ്പറേഷൻ ഫോർ ന്യൂസ് പ്രിന്റ്. ഒരു സ്റ്റേറ്റ് ട്രേഡ് കോർപ്പറേഷനും സ്ഥാപിച്ചു. കളക്റ്റീവ് ബാർഗെയിനിങ് ആൻഡ് ട്രേഡ് യൂണിയനിസം ഫോർ ജേർണലിസ്റ്റ് ആൻഡ് ഫിക്സേഷൻ ഓഫ് മിനിമം വേജസ് ഫോർ ദം. മാധ്യമപ്രവർത്തകർക്കുള്ള പ്രൈസ് പേജ് ഷെഡ്യൂൾ, ഇത് ഫസ്റ്റ് പ്രസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ്. ദ പ്രസ് ഷുഡ് അവോയ്ഡ് യെല്ലോ ജേർണലിസം. ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്, അക്യുറേറ്റ് ആൻഡ് ഫെയർ ഇൻ ദി പ്രസൻറ്റേഷൻ ഓഫ് ന്യൂസ്. ദിസ് കമ്മീഷൻ ഫർദർ ആർഗ്യൂഡ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓണർഷിപ്പ്. ന്യൂസ് പേപ്പർ കമ്പനികളുടെ ഷെയറുകൾ എംപ്ലോയീസിന് ഷെയർ ചെയ്യണം എന്ന് ഫസ്റ്റ് പ്രസ് കമ്മീഷൻ വളരെ ശക്തമായി തന്നെ വാദിച്ചിട്ടുണ്ടായിരുന്നു. കമേഴ്ഷ്യൽ പ്രഷേഴ്സ് മൂലം
പല വാർത്തകളും വളച്ചൊടിക്കുകയായിരുന്നു. വാർത്തകളേക്കാൾ പരസ്യങ്ങൾ നിറച്ച പത്രങ്ങളായിരുന്നു അന്ന് കൂടുതലും പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എഡിറ്റർ എന്നൊരു തസ്തിക സ്ഥിരീകരിക്കുന്നതോടുകൂടി ഇത്തരം പ്രവൃത്തികൾക്ക് ഒരു അറുതി ഉണ്ടാകും എന്നായിരുന്നു ഫസ്റ്റ് പ്രസ് കമ്മീഷൻ പറഞ്ഞത്. 1955 സെപ്റ്റംബർ 13 യൂണിയൻ ക്യാബിനറ്റ് ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി. അത് ഇങ്ങനെയാണ്: നോ ഫോറിൻ ഓൺഡ് ന്യൂസ് പേപ്പർ ഓർ പീരിയോഡിക്കൽസ് ഷുഡ് ഇൻ ഫ്യൂച്ചർ ബി പെർമിറ്റഡ് ടു ബി പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. During the past 46 years since the above resolution came into effect, no foreign newspaper or periodical has been allowed to be published from India, nor has any foreign investment in the domestic print media sector been permitted. However, in the new context of globalization, the demand for foreign participation and investment in the print media has been raised by a section of the newspaper industry. ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രസ് കമ്മീഷൻ സെറ്റിംഗ് അപ്പ് ചെയ്യുക എന്നതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ. ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയിൽ പ്രസ് പീപ്പിൾസും ലേ മെമ്പേഴ്സും ഉൾപ്പെടുന്നതായിരിക്കും. ഇത് കൂടാതെ നിരവധി റെക്കമെൻഡേഷൻസ് പ്രസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നു. ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ദ പ്രസ് ആൻഡ് ടു മെയിൻറ്റെയിൻ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ജേർണലിസം, എ പ്രസ് കൗൺസിൽ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെയാണ് ഒരു പ്രസ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. പ്രസ്സിൻ്റെ ഫ്രീഡം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വന്നത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ July 4, 1966, വിച്ച് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഫ്രം November 16. ജൂലൈ 4, 1966 എസ്റ്റാബ്ലിഷ് ചെയ്തുവെങ്കിലും നവംബർ 16 അത് ഫങ്ഷനിങ് ആയത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ നമ്മൾ നാഷണൽ പ്രസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. To prepare the account of the press and the position of every year, there should be appointment of the Registrar of Newspaper for India. RNI എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പർ ഫോർ ഇന്ത്യ. അദ്ദേഹത്തെ അങ്ങനെ ഒരു പോസ്റ്റ് വന്നത് ജൂലൈ 1956 അതായത് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ തന്നെ അത് നിലവിൽ വരുത്തി എന്നതാണ് പ്രധാനം. പ്രൈസ് പേജ് ഷെഡ്യൂൾ ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെ 1956 പ്രൈസ് പേജ് ഷെഡ്യൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അക്സെപ്റ്റ് ചെയ്തു. For maintaining a cordial relationship between the government and the press, a press consultative committee should be constituted. It was accepted and a press consultative committee was constituted on 22nd September 1962. Working Journalist Act should be implemented. Government implemented this, and in 1955 the Working Journalist and Other Newspaper Employees and Miscellaneous Provision Act was set up. It recommended establishment of a fact-finding committee to evaluate the financial position of the newspapers and news agencies. A fact-finding committee was set up on 14th April 1972. It submitted its report on 14th January 1975. For protecting the main principles of the freedom of the press and to help the newspapers against monopolistic tendencies, a newspaper financial corporation should be constituted. It was accepted in principle, and on 4th December 1970, a bill was also presented in the Lok Sabha, but it lapsed. ഇത്രയും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് ഫസ്റ്റ് പ്രസ് കമ്മീഷൻ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 1200ഓളം പേജുകൾ അടങ്ങിയ ഒരു റിപ്പോർട്ടായിരുന്നു പ്രസ് കമ്മീഷൻ സബ്മിറ്റ് ചെയ്തത്. അതിൽ വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്തു വെക്കുക. സെക്കൻഡ് പ്രസ് കമ്മീഷൻ, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ തുടങ്ങിയ ടോപ്പിക്കുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.